ഇന്ന് ഞങ്ങളെല്ലാവരും തറവാട് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ പോകുമ്പോൾ വെറും കൈയോടെ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളെ വീട്ടിൽ പായസത്തിൻ്റെ മിക്സ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഹോം ഷോപ്പത്തെ പ്രൊഡക്റ്റാണ് കേട്ടോ അത്. അപ്പോൾ അത് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആളുകൾ കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് ക്വാണ്ടിറ്റി കുറവാണ് കേട്ടോ. ഒരു 300 ഗ്രാമിൻ്റെ പായസ പാക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ ക്യാറ്റ് സേമിയ ഉണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല അടിപൊളി ഒരു പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പായസമൊക്കെ റെഡി ആയിട്ടോ. അപ്പോൾ അത് ലാസ്റ്റ് പായസത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതേപോലെ കുറച്ച് മുന്തിരിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി നെയ്യിൽ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തു. പായസം റെഡി ആയിട്ടുണ്ട്. പായസം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ നല്ല മധുരമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പായസമൊക്കെ കൊണ്ട് പിന്നെ തറവാട് വീട്ടിലേക്ക് പോയി എല്ലാവർക്കും പായസമൊക്കെ ഒഴിച്ചു കൊടുത്ത് പായസമൊക്കെ കുടിച്ചു. പിന്നെ നമുക്ക് വൈകുന്നേരത്തിനുള്ള ഫുഡ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ വൈകുന്നേരം എല്ലാവരും ഉണ്ടാവും കേട്ടോ. നാത്തൂനും കുട്ടികളും അതേപോലെ ഇളച്ചിയും കുട്ടികളും ഞാനും മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അത് തേങ്ങാച്ചോറും ഇറച്ചിയും കുമ്പളങ്ങി ഇട്ടിട്ടുള്ള കറിയാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. തേങ്ങാച്ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചോറിൻ്റെ കാലം കണ്ടിട്ട് പേടിക്കണ്ട കേട്ടോ, ഞങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ കുക്കറിൽ നമ്മൾ ഇറച്ചിയും കുമ്പളങ്ങിയൊക്കെ ഇട്ടിട്ടുള്ള കറി ഉണ്ടാക്കി. പിന്നെ കുറച്ച് നേരം കുട്ടികളായിട്ട് അങ്ങനെ കുട്ടികളെ കളിയൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. ശരിക്കും ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോഴേ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഇടയ്ക്ക് നമ്മൾ തറവാടിലാണെങ്കിലും അതേപോലെ നമ്മളെ വീട്ടിലാണെങ്കിലും എല്ലാവരെയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒത്തുകൂടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് മക്കൾക്കൊക്കെ. അതേപോലെ മക്കൾ ആ ഒരു ചെറുപ്പകാലത്തിലുള്ള ആ ഒരു സ്നേഹം വലുപ്പത്തിലും ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇടയ്ക്ക് ഒരുമിച്ച് കൂടണം കേട്ടോ. ഒറ്റയ്ക്ക് വെച്ചുണ്ടാക്കി തിന്നണ പോലെയല്ല, അതുപോലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് വട്ടത്തിലിരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു ഫീൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടോ. പിന്നെ ഇന്ന് വിഷു ആയതുകൊണ്ട് കുട്ടികൾ കുറച്ച് പടക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിരിവിട്ട് വാങ്ങിച്ചതാണ്. അങ്ങനെ ആ പടക്കൊക്കെ പൊട്ടിച്ച് ഇന്നത്തെ ദിവസം സന്തോഷമായി.